അടുത്തോരും മുമ്പേ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അലീനയെ കണ്ട് ബാലചന്ദ്രൻ നെടുമ്പുരക്കൽ വീട്ടിലോട്ട് തിരിച്ചെത്തുന്നുണ്ട്. അങ്ങനെ ബബിത ഭക്ഷണം കഴിക്കാൻ ബാലചന്ദ്രനെ വിളിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ ബാലചന്ദ്രനും അതുപോലെ വൈജയന്തിയും കൃഷ്ണജയും ബബിതയും രോഹിത്തും ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ആ സമയത്ത് വൈജി ചോദിക്കും, ബാലചന്ദ്രൻ എവിടെ പോയതായിരുന്നു? അപ്പോൾ ബാലചന്ദ്രൻ പറയും, ഞാൻ എവിടെ പോയാലും എല്ലാവർക്കും എന്താ, ഇവിടെ നിന്നും പലവരും ഇറങ്ങി പോകുമ്പോഴും പറയാതെ ആണല്ലോ പോകാറ്. പിന്നെ ഞാൻ പോകുന്നതിനെ കുറിച്ച് അന്വേഷിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കണേ. വൈജ പറയും, ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അതെല്ലാം അറിഞ്ഞിരിക്കേണ്ടി വരും എന്ന് പറയുകയാണ്. വൈജ പറയും, ആ മറ്റവളെ കാണാൻ പോയതായിരിക്കും എന്ന്. ആ സമയത്ത് ബാലചന്ദ്രൻ ദേഷ്യത്തോടു കൂടി പറയും, അതെ, ഞാൻ അവളെ കാണാൻ തന്നെയാണ് പോയത്. എന്താ നിനക്ക് വേണ്ടത്? അപ്പോൾ വൈജയന്തി പറയും, അങ്ങനെയാണെങ്കിൽ അത് തുറന്ന് പറഞ്ഞാൽ പോരെ, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ബാലചന്ദ്രൻ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് അവളെ തന്നെ ആയിരിക്കും കാണാനാണെന്ന് എനിക്ക് ഉറപ്പാണ്. അവളെ എവിടെയാണ് കൊണ്ടാക്കിയത്? അതെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞൂടെ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയും, നിനക്ക് അവൾ ഈ വീട്ടിൽ നിന്നും പോകണം എന്നുള്ള ഉദ്ദേശം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അത് നടന്നില്ലേ? പിന്നെ അതിനെക്കുറിച്ച് നിനക്ക് പറയേണ്ട എന്താ അധികാരം ഉള്ളത്? അവൾ എവിടെയാണെങ്കിലും നിനക്കെന്താ? എന്നോട് പറയണ്ട, എന്നാലും മക്കളോട് പോലും നിങ്ങളും അവളും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. കൃഷ്ണമോൾ അവളോട് ചോദിച്ചു, എവിടേക്കാ പോകുന്നത് അലീന ചേച്ചി എന്ന്. അപ്പോൾ പോലും അവൾ പറഞ്ഞില്ല. അപ്പോൾ നിങ്ങളും അവളും കൂടിയുള്ള എന്തോ ഒരു ഒത്തുകളിയാണ്, അതാണല്ലോ നിങ്ങൾ പറയാത്തെ. ഇവിടെ ഒരുപാട് ജോലിക്കാർ നിന്നിട്ടുണ്ട്, അവരെ എല്ലാവരെയും നിങ്ങൾ പോയി കാണുന്നുണ്ടോ? എല്ലാവരെയും ഇത്രയും പൈസ കൊടുത്ത് നിങ്ങൾ സഹായിച്ചിട്ടുണ്ടോ? അവളോട് മാത്രം എന്താ നിങ്ങൾക്ക് ഇത്രമാത്രം വലിയ നന്ദിയും കടപ്പാടും? ആ സമയത്ത് ബാലചന്ദ്രൻ ദേഷ്യത്തോട് കൂടി പറയും, വൈജ നീ മിണ്ടാതെ ഇരുന്നോ, എൻ്റെ അടുത്തുനിന്ന് ഞാൻ വല്ലതും പറഞ്ഞു പോകും. ആ സമയത്ത് വൈജ പറയും, എന്തേ ഉത്തരം മുട്ടുമ്പോഴുള്ള കൊഞ്ഞനം കുത്തലായിരിക്കും അല്ലേ ഇത്? എന്താ അവൾ എവിടെയാണെന്ന് പറയുന്നത് നിങ്ങൾക്കെന്താ എത്ര വലിയ പ്രയാസം? വൈജ ചോദിക്കും, അവളും നിങ്ങളും തമ്മിൽ എന്താ ബന്ധം? അത് മാത്രം എനിക്കറിഞ്ഞാൽ മതി എന്ന്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയും, എനിക്ക് ഇവരെ 3 പേരെ പോലെ തന്നെയാണ് അലീന, അത് നിങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലോ. മകളാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നും അവളെ കാണാൻ പോയതാണെന്ന് നിങ്ങൾ പറഞ്ഞു. പോയ സമയത്ത് നിങ്ങൾക്കെന്താ, നിങ്ങളുടെ മക്കളെയും കൂടി കൊണ്ടുപോയാൽ പോരായിരുന്നോ? അവർ ചേച്ചിയാണെന്ന് നിങ്ങൾ പറയാറുണ്ടല്ലോ, എന്തേ അവർക്ക് അവളുടെ ചേച്ചിയെ കാണാമായിരുന്നല്ലോ. അപ്പോൾ നിങ്ങളും അവളും കൂടി എന്തോ ഒരു കള്ളത്തരം ഉള്ളത് കൊണ്ടല്ലേ ഇവരെ കൊണ്ടുപോകാതെ നിങ്ങൾ പോയത്? ബാലചന്ദ്രൻ ഒന്നും പറയാതെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കും. ആ സമയത്ത് കൃഷ്ണജ പറയും, അമ്മേ, ഇപ്പം നീ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്രശ്നമുണ്ടാക്കല്ലേ എന്ന് പറയും. ആ സമയത്ത് വൈജ പറയും, ഞാൻ പ്രശ്നമുണ്ടാക്കും? എന്തിനാ? ഇവിടെ നിന്നിരുന്ന ജോലിക്കാരി പോയപ്പോൾ അവളെ കാണാൻ പോകേണ്ട എന്ത് ആവശ്യമുള്ളത്? ഇവിടുത്തെ ഒരു ജോലിക്കാരി മാത്രമായിരുന്നു അവൾ. അവൾ അവളുടെ ജോലി ചെയ്തു, അവൾ ഇവിടെ നിന്നും പോയി. അവൾ എവിടേക്കാണ് പോയത്? എവിടെയാണെന്ന് നിന്നോട് അവൾ പറഞ്ഞോ? ഇല്ലല്ലോ. നിന്റെ അച്ഛൻ പറഞ്ഞോ? ഇല്ല. അതിനർത്ഥം അവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് തന്നെയാണ്. സമയത്ത് ബാലചന്ദ്രൻ ഭക്ഷണം കഴിക്കുന്നത് അവിടെ ഇട്ട് എണീറ്റ് പോകും. വൈജ പറയും, നിങ്ങൾ ഇവിടെ നിന്നും ഇപ്പം നിങ്ങൾക്ക് മുങ്ങാം, പക്ഷേ നിങ്ങൾക്ക് കള്ളത്തരം ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾക്ക് മറുപടി ഒന്നും ഇല്ലാത്തത്? ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകും. ആ സമയത്ത് വൈജയന്തി കൃഷ്ണജയോടും അതുപോലെ ബബിതയോടും രോഹിത്തിനോടും പറയും, എന്തേ നിന്റെ അച്ഛൻ്റെ സ്വഭാവം ഇപ്പം മനസ്സിലായില്ലേ? അവളെ എവിടെയോ കൊണ്ടാക്കി, അയാൾക്ക് വേണ്ടപ്പോൾ പോയി കാണുന്നു വരുന്നു. എന്തുകൊണ്ട് അയാൾ പറഞ്ഞില്ല അയാൾ അവളെ എവിടെ താമസിച്ചിരുന്നു എന്ന്? നല്ലവരായിരുന്നുവെങ്കിൽ അവർക്കത് പറയാമായിരുന്നല്ലോ. ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങളുടെ അമ്മയാണ് ശരിയെന്ന്. ആ സമയത്ത് രോഹിത്ത് പറയും, അമ്മേ ഒന്ന് പോ. വൈജയുടെ മുറിയിലോട്ട് പോകും. അതേപോലെ ബബിതയും കൃഷ്ണജയും രോഹിത്തും അവരുടെ മുറിയിലോട്ട് പോകും. പിന്നീട് എല്ലാവരും രാത്രി ഉറങ്ങിയതിന് ശേഷം രോഹിത്ത് ബാലചന്ദ്രൻ്റെ മുറിയുടെ അടുത്തോട്ടേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. മുറിയിൽ ലൈറ്റ് കത്തുന്നത് കാണും. അങ്ങനെ രോഹിത്ത് ബാലചന്ദ്രൻ്റെ അടുത്തോട്ടേക്ക് ചെല്ലും. ആ സമയത്ത് രോഹിത്ത് ബാലചന്ദ്രനോട് ചോദിക്കും, അച്ഛൻ വല്ല ജോലിയിലുമാണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയും, ആ ചെറിയൊരു ജോലിയുണ്ട്, എന്താ കാര്യം, നീ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ രോഹിത്തിനെ വിളിക്കും. എന്താ നിനക്ക് പറയാനുള്ളത്? എന്തെങ്കിലും അത്യാവശ്യ കാര്യമാണോ എന്ന് ചോദിക്കും. ആ സമയത്ത് രോഹിത് പറയും, എനിക്കൊരു അത്യാവശ്യ കാര്യം അച്ഛനോട് സംസാരിക്കാനുണ്ട്. അലീന ചേച്ചി ഈ വീട്ടിൽ നിന്നും പോയത് ഈ വീട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ അലീന ചേച്ചി ഈ വീട്ടിൽ നിന്നും പോയിട്ട് പോലും ഈ വീട്ടിലുള്ള പ്രശ്നം കൂടുകയല്ലാതെ കുറയുകയൊന്നും ചെയ്തിട്ടില്ല. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം വേണം അച്ഛാ എന്ന് പറയുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കും, എന്ത് പരിഹാരമാണ് വേണ്ടതെന്ന്. ആ സമയത്ത് രോഹിത് പറയും, അച്ഛനും അമ്മയും വേറെ റൂമിൽ താമസിക്കുന്നത് ആദ്യം മാറ്റണം. അലീന ചേച്ചി വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ഈ വീട്, അതുപോലെ തന്നെ വേണം. ബാലചന്ദ്രൻ ചോദിക്കും, അപ്പോൾ നീ പറഞ്ഞു വരുന്നത് അലീന ചേച്ചി വന്നതിന് ശേഷമാണ് നമ്മളുടെ കുടുംബം നശിച്ചു പോയതെന്നാണോ? ആ സമയത്ത് രോഹിത് പറയും, അച്ഛ അങ്ങനെയൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അമ്മയെ ഇനി ഒരിക്കലും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല. ആ സമയത്ത് ബാലചന്ദ്രൻ പറയും, അതുപോലെ ഇനി അച്ഛൻക്ക് ഒരിക്കലും മാറാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. രോഹിത് ചോദിക്കും, എന്താ മാറാൻ കഴിയാത്തതിൻ്റെ കാരണം?
പറയണം, ഒന്ന് മനസ്സ് വെച്ചാൽ എല്ലാം മാറും എന്ന് പറയുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയും, അതൊരിക്കലും കഴിയുമെന്ന് തോന്നില്ല. മോൻക്ക് ഒരു കാര്യം അറിയണോ? നീയും ആ കാര്യം അറിയാൻ സമയമായി. നീയും കൂടി ഈ കാര്യം അറിഞ്ഞ ഒരിക്കൽ പോലും ഈ അച്ഛനെ നീ കുറ്റപ്പെടുത്തില്ല. രോഹിത് പറയും, എന്താണ് അച്ഛൻക്ക് പറയാനുള്ളത്? അങ്ങനെ രോഹിത്തിനോട് ബാലചന്ദ്രൻ ആ സത്യങ്ങളെല്ലാം പറയാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ രോഹിത്തിനോട് ബാലചന്ദ്രൻ പറയും, നിനക്ക് ഓർമ്മയില്ലേ, ഒരു 6 മാസം മുമ്പ് അച്ഛൻക്ക് ഒരു അറ്റാക്ക് വന്നത്? അത് എങ്ങനെയാണെന്ന് നീ ഉദ്ദേശിച്ചത്? ആ സമയത്ത് രോഹിത് പറയും, അന്ന് അച്ഛൻ നന്നായിട്ട് മദ്യപിച്ചിരുന്നല്ലോ, അങ്ങനെയല്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയും, ഒരിക്കലുമല്ല. എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ മുറിവുണ്ടാക്കിയത് അതും ആ സംഭവം കൊണ്ടാണെന്ന് പറയുകയാണ്. ആ സമയത്ത് രോഹിത് ചോദിക്കും, അത് ഏത് സംഭവമാണ് അച്ഛാ, എന്നോട് പറയൂ എന്ന് പറയുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയും, നിൻ്റെ അമ്മയെ ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണെന്ന് നിങ്ങൾക്കറിയില്ലേ, പക്ഷേ നിൻ്റെ അമ്മ എന്നെ ഒരിക്കൽ പോലും സ്നേഹിച്ചിട്ടില്ല. എൻ്റെ അമ്മ കല്യാണത്തിന് മുന്നേ ഗംഗാധരൻ അങ്കിളിൻ്റെ കൂടെ ആന്ധ്രയിൽ കുറച്ച് കാലം താമസിച്ചു. അവിടെ നിൻ്റെ അമ്മയ്ക്കൊരു ജോലി ഒക്കെ ലഭിച്ചു. അവിടെ വെച്ച് എൻ്റെ അമ്മ വൈജയന്തി ഒരു പട്ടാളക്കാരനെ പരിചയപ്പെടുകയും അയാളുമായി സൗഹൃദത്തിലൂടെ അവർ ലിവിങ് ടുഗദറായി ജീവിക്കുകയും ചെയ്തു. പിന്നീട് വൈജയന്തി അവിടെ വെച്ച് പൂർണ്ണ ഗർഭിണിയാവുകയും ചെയ്തു. പിന്നീട് ആ പട്ടാളക്കാരന് അവിടെ നിന്നും എന്തോ അത്യാവശ്യത്തിന് വേണ്ടി നാട്ടിലോട്ട് പോന്നു. ആ സമയത്ത് നിൻ്റെ ശിവരാമനും അതുപോലെ ഗംഗാധരനും ചേർന്ന് വൈജയന്തിയെ ഇങ്ങ് നാട്ടിലോട്ട് കൊണ്ടുവന്നു. പിന്നീട് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് വൈജയന്തി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞാണ് ഈ പറയുന്ന അലീന. ഇത് കേൾക്കുന്ന രോഹിത് ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. രോഹിത് ചോദിക്കും, അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നത്? അതെ, ഞാൻ പറഞ്ഞതാണ് സത്യം. പക്ഷേ ഇത് അലീനയ്ക്ക് അറിയാം, അലീനയുടെ അമ്മയാണ് വൈജയന്തി എന്ന്. പക്ഷേ വൈജയന്തിക്ക് അറിയില്ല അലീന മകളാണ് എന്നുള്ള സത്യം. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ.